കെ.പി.സി.സി പുനഃസംഘടനയിൽ രണ്ടും കൽപ്പിച്ച് നീങ്ങാൻ ഹൈക്കമാൻഡിന്റെ തീരുമാനം. പുതിയ കെ.പി.സി.സി അധ്യക്ഷനെ ഇന്നോ നാളെയോ പ്രഖ്യാപിക്കാനാണ് നീക്കം. കെ സുധാകരനുമായി ഒരിക്കൽ കൂടി ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തുകയും ചെയ്യും. പുതിയ കെ.പി.സി.സി അധ്യക്ഷന്റെ പ്രഖ്യാപനം ഇനി വൈകേണ്ടെന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം. അധ്യക്ഷ പദത്തിലേക്ക് താൽപര്യമറിയിച്ച് കൊടിക്കുന്നിൽ സുരേഷും ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട്. ഇനിയും പ്രഖ്യാപനം വൈകിയാൽ കൂടുതൽ നേതാക്കൾ അധ്യക്ഷ പദത്തിലേക്ക് കണ്ണുവെക്കും. ഇത് ചർച്ചകൾ വഷളാക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. കെ സുധാകരൻ നടത്തുന്ന സമ്മർദ്ദ തന്ത്രത്തിന് ഇനി വഴങ്ങേണ്ടെന്നും ഹൈക്കമാൻഡ് നിലപാടിലെത്തിയിട്ടുണ്ട്. കെ സുധാകരൻ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലാണ്. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സമവായത്തിലെത്തിയ ശേഷം സുധാകരൻ നിലപാട് തിരുത്തിയെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ പരാതി. ഒരിക്കൽ കൂടി കെ സുധാകരനുമായി ഹൈക്കമാൻഡ് ആശയവിനിമയം നടത്തും. പുതിയ കെ.പി.സി.സി അധ്യക്ഷൻ ആരാവണമെന്നതിൽ നിർദ്ദേശമാരായും. കെ.സി. വേണുഗോപാൽ ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയ ശേഷം അന്തിമ ചർച്ചകളിലേക്ക് കടക്കും. അതിനു പിന്നാലെ ഇന്ന് വൈകുന്നേരമോ നാളെയോ ആയി പ്രഖ്യാപനമുണ്ടായേക്കും. ആന്റണിയുടെ പേരിനാണ് മുൻതൂക്കം. പേരാവൂർ എം.എൽ.എ. സണ്ണി ജോസഫും സജീവ പരിഗണനയിലുണ്ട്. 24 തിരുവനന്തപുരം.